നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? കുറച്ച് ദൂരാണ്. ചായ കുടിക്കാൻ ഇത്രയും ദൂരാണോന്നല്ല, സൗത്ത് കൊറിയയിലെ കുപ്പി ക്ലാസ്സിൽ കിട്ടുന്ന ഒരു ചായ ഉണ്ട്, നമ്മളെ നാടൻ ചായ. നമുക്കൊന്ന് പോയി കുടിച്ചാലോ? എങ്ങനെയുണ്ട് നമ്മുടെ ചായ? നല്ല ചായ, അടിപൊളി ചായ, നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന പോലെ കുപ്പി ഗ്ലാസ് അടിപൊളിയായി. ഓക്കെ, എങ്ങനെയുണ്ട് വെങ്കടേഷ്? നല്ല ടീ, സൂപ്പർ അടി, സൂപ്പർ അടി. ശരിക്കും നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുള്ള ഒരു കട. അത് വലിയ സംഭവമൊന്നുമല്ല അല്ലേ? പക്ഷേ ഇതും ഒരു കൊറിയക്കാരൻ തന്നെയാണ് ഈ ചായ ഉണ്ടാക്കി തരുന്നതും. അതും വല്ലാത്തൊരു ടേസ്റ്റും വല്ലാത്തൊരു ആംബിയൻസും കൂടിയാവുമ്പോൾ സംഭവം പൊളിക്കില്ലേ? അങ്ങനെ നമ്മൾ 3 ജിഞ്ചർ ടീക്ക് ഓർഡർ ചെയ്തു. പക്ഷേ ഇവിടെ ഒരുപാട് ചായകളുണ്ട് കേട്ടോ. മസാല ടീ, സാഫ്രോൺ ടീ, ഐസ് ടീ, അങ്ങനെ പലവിധ ചായകളുമായിട്ട് ഈ കൊറിയക്കാരൻ ഇത് തുടങ്ങാനുള്ള ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലോട്ടൊരു ട്രിപ്പ് പോയി. അവിടെ നിന്നും ചായ കുടിച്ച് തുടങ്ങിയ ഒരു ആശയമാണ് പുള്ളിക്കാരൻ കൊറിയയിൽ ഇങ്ങനെ ഒരു ചായക്കട സെറ്റപ്പ്. ശരിക്കും നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ആ മസാലയുടെ മണവും ആ ഒരു ആംബിയൻസും വല്ലാതെ നമുക്ക് നമ്മുടെ നാടിന് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇവിടെ കൂടുതലും കൊറിയൻസും വിദേശികളും ആണ് ചായ കുടിക്കാൻ വരുന്നത്. ഇന്ത്യയുടെ ചായയെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രാൻഡായി കൊണ്ട് നടക്കുന്ന ഈ കൊറിയക്കാരന് കൊടുക്കേണ്ട ഒരു കയ്യടി. അപ്പോൾ സിയോങ്സു ചായ ടീ ഹൗസിൻ്റെ പുതിയ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഇതിൻ്റെ ഈ ഒരു കടയുടെ പേജും കൂടി ഇതിൽ ടാഗ് ചെയ്യാം. അപ്പം നമ്മളങ്ങനെ അവിടുന്ന് ചായയും ബന്നും ഒക്കെ കഴിച്ച് നമ്മളും അവിടുന്ന് കൊറിയക്കാരെയും കൂടി കൂട്ടി അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളും അവിടുന്ന് ഈ നോൺസനോട് യാത്ര പറഞ്ഞ് നമ്മളും പിരിഞ്ഞു. എങ്ങനെയുണ്ട് നമ്മുടെ ചായ? നല്ല ചായ, അടിപൊളി ചായ, നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന പോലെ കുപ്പി ഗ്ലാസ് അടിപൊളിയായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ട് വെങ്കടേഷ്? നല്ല ടീ, സൂപ്പർ അടി, സൂപ്പർ അടി. കൊറിയാളെ இப்படி ஒரு டீ குடிக்கிறது பெரிய விஷயம். ഫസ്റ്റ് ടൈം അല്ലേ? ஆமா, ஃபர்ஸ்ட் டைம். ഓക്കെ, സൂപ്പർ, നല്ലുണ്ട്. എന്തായാലും ട്രൈ ചെയ്യണം എല്ലാവരും. അടിപൊളി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്ഥലം. ഓക്കെ, താങ്ക് യു.